ഹലോ കൂട്ടുകാരെ, അപ്പൊ എല്ലാവർക്കും ഡോറാബുജി ക്യൂട്ട് ഫാമിലിയിലേക്ക് സ്വാഗതം. കുറെ നാളിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ പറയുന്നത്. അപ്പോ എന്താ പറയാ, ഒരുപാട് സന്തോഷമുണ്ട്. ഇന്ന് ക്രിസ്മസിന്റെ അന്ന് വന്നൊരു ഗിഫ്റ്റ് ആണ് കേട്ടോ. ഇന്നിപ്പോ നമ്മൾ വീഡിയോ എടുക്കുന്ന 26-ാം തീയതിയാണ്. ക്രിസ്മസിന്റെ അന്ന് വന്ന 27-ആയി ആണോ? അറിയില്ല. ഓക്കെ, 27. അപ്പം നമ്മൾ ഇന്നാണ് ഈ വീഡിയോ എടുക്കുന്നത്. സംഗതി എന്താണെന്ന് വെച്ചാല് നമ്മളെ ഗബ്രൂട്ടനെ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ട്. ഒരുപാട് പേര് ഗബ്രൂട്ടന് ഗിഫ്റ്റുകളൊക്കെ അയച്ചു തരുന്നുണ്ട്. ഒത്തിരി പേര് ആദ്യമായിട്ടാണ് ഒരു ആന്റി ഗബ്രൂട്ട് എന്ന് പറഞ്ഞ ആന്റി അല്ലേ? അതെ, കുറെ അധികം ഗിഫ്റ്റ് കുറെ അധികം വെച്ചാല് ഞങ്ങൾക്ക് ഈ ഗിഫ്റ്റ് വന്നത് തന്നെ ഇപ്പം 3 തവണയായിട്ടാണ് വരാനിരിക്കുന്നത്. അപ്പം സത്യത്തിൽ ഭയങ്കര ഞങ്ങള് എല്ലാം വന്നിട്ട് ഒരുമിച്ച് ചെയ്യാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ സംഗതി എന്താ വെച്ചാല് ഇനി വരാനുള്ള ഒരു ഗിഫ്റ്റ് 7-ാം തീയതി വരത്തുള്ളൂ. അതായത് അടുത്ത മാസം 7-ാം തീയതി വരത്തുള്ളൂ. അടുത്ത വർഷവും കൂടെ, അടുത്ത വർഷം 7-ാം തീയതി വരത്തുള്ളൂ. അപ്പം അത്രയും ദിവസം നീണ്ടു പോകണ്ടല്ലോ. കാരണം ഇതിനിടയ്ക്ക് വെച്ചിട്ട് ഇപ്പൊ ഗബ്രൂട്ടനെ ഞങ്ങള് കൊണ്ടുവന്നതിൽ ഒരു ഗിഫ്റ്റ് ഗബ്രൂട്ടനെ ഞങ്ങൾ കൊടുത്തു. ആയിട്ടിരിക്കുന്ന ടീഷർട്ട് അതിൽ വന്നൊരു ഗിഫ്റ്റ് ആണ്. അതിലൊരു ഗിഫ്റ്റ് ആണ് ഇട്ടേക്കുന്നത്. അപ്പം കുറെ ഗിഫ്റ്റ് വന്നിട്ടുണ്ട്. കുറെ എന്ന് വെച്ചാല് ഞങ്ങള് പ്രതീക്ഷിക്കാത്ത കുറെ ഗിഫ്റ്റ് വന്നു. അതിലാദ്യം നമുക്ക് ക്രിസ്മസിന് നമുക്ക് വേണ്ട ആരെ നമ്മൾ ഓർക്കുന്നേ? ക്രിസ്മസ് പാപ്പന. അപ്പൊ ഞങ്ങളത് മേടിച്ചിട്ടില്ല. അപ്പൊ ഞങ്ങക്ക് മെസ്സേജ് അയച്ചായിരുന്നു വരും. പക്ഷെ ക്രിസ്മസ് കഴിഞ്ഞിട്ടാട്ടോ ചേച്ചി വരുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ എന്തോ ഭാഗ്യത്തിന് ക്രിസ്മസിന്റെ അന്ന് തന്നെ വന്നു, രാവിലെ തന്നെ വന്നു. ബാഗ് സൈഡിലിടുന്നു. ഞങ്ങൾ കുഞ്ഞിന്റെ രീതിയിൽ കെട്ടിയിട്ട് എല്ലാരും കണ്ടിട്ടുണ്ടായിരിക്കും. ഇൻസ്റ്റയിലും യൂട്യൂബ് ഷോർട്സ് ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഗബ്രൂട്ടിന് ഇത് ഇട്ടിട്ടുള്ള. വെറൈറ്റി അല്ലേ? ഇങ്ങനത്തെ ഗിഫ്റ്റ് നമുക്ക് അയച്ചു തരുന്നത് ആദ്യമായിട്ടാ. അപ്പം ആ അയച്ചു തന്ന ചേച്ചിയുടെ പേരെന്താന്ന് വെച്ചാല് ഷോജി എന്നാണ്. നമുക്ക് പറഞ്ഞിരിക്കുന്ന പേര് ചേട്ടന്റെ പേരാണോ അറിയത്തില്ല. എന്തായാലും ഷോജി എന്നാണ്, കാസർഗോഡാണ് കേട്ടോ. അപ്പം ഒരുപാട് താങ്ക്സ് ഉണ്ട് ഷോജി. ചേച്ചി ആണെങ്കിലും ചേട്ടനാണെങ്കിലും എന്നെ ചേച്ചിന്നാ വിളിക്കുന്നത്. അപ്പൊ ചേച്ചി അല്ലെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ ഒരു വയസ്സ് കണ്ടുള്ള ഒരു മോനുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ചേച്ചി ആയിരിക്കത്തില്ല. പിന്നെ അതിൽ നിന്ന് വന്നതാണ്ട് ഷർട്ട്, ടീഷർട്ട് 1, പിന്നെ നല്ല നല്ല വെറൈറ്റി, നല്ല രസമുണ്ട്. ക്രിസ്മസ് ഇടാൻ പറ്റിയൊരു റെഡ് ആൻഡ് വൈറ്റ്. 2, പിന്നെ ഒരു ടീഷർട്ട് മോനിട്ടേക്കുന്നത്. അതിന്റെ ട്രൗസറാണ് ഇത്. ഇതിന്റെ ഒരു ട്രൗസറും കൂടെ കാണാനുണ്ടല്ലോ. മടക്കിപ്പാ കൂടെ പോയോ? അല്ല, ഇന്ന് രാവിലെ ഇട്ട് കൊടുത്തെന്ന് തോന്നുന്നു. ആണോ? ഞാൻ ഇന്ന് രാവിലെ ഇട്ട് കൊടുത്തെന്ന് തോന്നുന്നു. ഒരു മഞ്ഞ ട്രൗസർ ഞാൻ രാവിലെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ വയ്യാതൊക്കെ കിടന്നുകൊണ്ട് തുണിയൊന്നും കഴിയാത്തതുകൊണ്ട് ഈ വന്നതിനകത്ത് നമ്മൾ എടുത്തിട്ട് കൊടുത്തത്. അങ്ങനെ 3 ജോഡി ടീഷർട്ട്, ഒരു ക്രിസ്മസ് അപ്പാമിന്റെ ഇത്. പിന്നെ വന്നത് ഒരു റാറ്റിൽസിന്റെ ഒരു കൂട്ടം വന്നിട്ടുണ്ട്. ഒരുപാട് വെറൈറ്റി. നമ്മളെ ഗബ്രൂട്ടിന് നമ്മൾ വാങ്ങിച്ചു കൊടുത്തിട്ടുള്ള ഗബ്രൂട്ടിന് വാങ്ങിച്ചു കൊടുത്തിട്ടുള്ള ടൈപ്പ് തന്നെയാണ്. പക്ഷെ ഇത്രയൊക്കെ വരുന്നത് നമ്മള് എന്താ പറയുന്നത്, ഒരിക്കലും നമ്മള് എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു. പിന്നെ അതാണ്ട് ഞങ്ങൾ സത്യം പറഞ്ഞ ഈ സാധനം മേടിക്കണം വിചാരിച്ചു. പക്ഷെ ഞാനാണെങ്കിലും ഫ്ലിപ്കാർട്ടിൽ കണ്ടൊക്കെ വെച്ച് ഇച്ചാനെ കാണിച്ചൊക്കെ കൊടുത്തായിരുന്നു. ഈ സാധനം മേടിക്കണം വിചാരിച്ച ബോള് ഗബ്രൂട്ടിന്. പിന്നെ ഉള്ളത് 2 കാറ്. ഗബ്രൂട്ടിന് ഇതൊന്നും കളിക്കാറായില്ല. പക്ഷെ നമുക്ക് രസമല്ലേ, നമ്മുടെ കൊച്ചുങ്ങൾക്ക് ഇതൊക്കെ മേടിച്ചു കൊടുക്കണം നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. ഞങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ച് ഒന്നും മേടിച്ചു കൊടുക്കാൻ ഇപ്പൊ പറ്റുന്ന അവസ്ഥയല്ല. പക്ഷെ ഇങ്ങനെയൊക്കെ അയച്ചു തരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഉള്ളത് കളിപ്പാട്ടം. ഇതിന് ഞങ്ങൾ കടയിൽ നിൽക്കുമ്പോൾ വേറെന്തോ ഒരു പേര് പറയായിരുന്നു, ഞാൻ മറന്നുപോയി. സംഗതി കണ്ടേ ഇങ്ങനെയുള്ള അടിച്ചടിച്ച് എന്നാ പിന്നെ നീ ഉണ്ടായിരുന്നാ പോരെ, വൃത്തിയുടെ സൗണ്ട് കേൾക്കത്തില്ലല്ലോ. കണ്ടാ ഇതൊന്നും. പിന്നെ ഇതിങ്ങനെ എല്ലാവർക്കും അറിയാം, ഇതിങ്ങനെ വണ്ടി പോലെ വീട്ടിക്കൊണ്ടൊക്കെ പോകാനും പറ്റും. പിന്നുള്ളത് ചിക്കോടെ ഒരു പാൽക്കുപ്പിയാണ് പിന്നെ വന്നിട്ടുള്ളത്. ചിക്കോടെ ഒരു പാൽക്കുപ്പി പിന്നെ വന്നത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് പാൽക്കുപ്പി അത്യാവശ്യമായിരുന്നു. കാരണം പാൽക്കുപ്പി ആണെങ്കിൽ ഞങ്ങൾ ഉപയോഗിച്ചിരുന്നത് ചെറുതായെന്ന് മാത്രമല്ല, അത് പോയി ഒരുമാതിരി ആയി പോയായിരുന്നു പാൽക്കുപ്പി. നമ്മൾ മേടിക്കണം എന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പോഴും മോനെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. നമ്മൾ ഈ എക്കോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകണമായിരുന്നു.
കൊണ്ടുപോയതിന്റെ അന്ന് ഞാൻ പിന്നെ പോയി ഒരു ഗ്ലാസ് ബോട്ടിൽ മേടിച്ചു, കാരണം പാൽക്കുപ്പി ഇല്ല കൊണ്ടുപോകാനായിട്ട്. അത് മേടിച്ച് ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ വിളിച്ചു പറയുന്നത് സാധനം വന്നു. ഇത് സത്യത്തിൽ അതിനു മുമ്പ് വന്നിട്ട് ഞാൻ പാൽക്കുപ്പി മേടിക്കണ്ടായിരുന്നു, അത്രയും പൈസ ലാഭിക്കായിരുന്നു. പിന്നെന്തായിരുന്നു, ബെഡ്ഷീറ്റ്. പിന്നെ ഒരു വലിയ ബെഡ്ഷീറ്റ് ആണ് വന്നിരിക്കുന്നത്. ഇത് ഞങ്ങൾ ഇതുവരെ എടുത്തിട്ടില്ല കേട്ടോ, പൊട്ടിച്ച് ജസ്റ്റ് നോക്കിയത് മാത്രമേ ഉള്ളൂ. അപ്പോ ഷോജി സിസ്റ്ററെ ഒരുപാട് നന്ദിയുണ്ട്, ഒത്തിരി സന്തോഷമുണ്ട്. നമ്മുടെ ഗബ്രൂട്ടന് വേണ്ടി ഇത്രയും സാധനങ്ങൾ അയച്ചു തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എവിടെയായിരുന്നു? കോഴിക്കോട്, കാസർഗോഡ്. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. എന്താ പറയാ, നമ്മുടെ ഈ കുഞ്ഞു കുടുംബത്തിലേക്ക് പറഞ്ഞതും അത് തന്നെ, എന്റെ മോനെ പോലെ തന്നെ. ഗബ്രു ചേട്ടനെ വേണിക്കും, ചുമ്മാ അങ്ങനെ ചെയ്യല്ലേ, അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പം ആ ഒരു മോനെ ഓർത്തോള് തന്നെ ഗബ്രൂസിനെ അയക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായി, അങ്ങനെ അയച്ചതാ, വേറെ ഒന്നും വിചാരിക്കണ്ട എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട്, കാരണം നമുക്ക് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഗബ്രൂട്ടനെ ഓരോന്ന് മേടിച്ചു തുടങ്ങി. ഞങ്ങള് ക്രിസ്മസ് പപ്പയുടെ ഡ്രസ്സിന്റെ കാര്യം ഞാൻ ഇച്ചെന്റെ അടുത്ത് ചോദിച്ചാൽ അവന്റെ ആദ്യത്തെ ക്രിസ്മസിന്റെ ഫോട്ടോ ഒക്കെ എടുക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവളുടെ ആങ്ങളെ ഒരു ഇത് വാങ്ങിച്ചു, മാമന്റെ മോനാണെങ്കിൽ ഒരു ഡ്രസ്സ് മേടിച്ചു കൊടുത്താണ്. ഒരു വയസ്സൊന്ന് 2 വയസ്സിലൊക്കെ ഇടാൻ പറ്റുന്നത്. പക്ഷെ ഞങ്ങൾ വിചാരിച്ചിരുന്നത് അത് ഇട്ടിട്ട് ഫോട്ടോ എടുക്കാന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. അപ്പോഴാണ് ഈ സാധനം വന്നത്. ഇവര് ഫോട്ടോ എടുത്തെന്ന് തോന്നുന്നു, ഞാൻ ആ സമയത്ത് ഇവിടെ ഇല്ലായിരുന്നില്ലേ, ഞാൻ പുറത്തോടെ പോയിരിക്കുന്നു. പിന്നെ ഞങ്ങൾ എന്താ ചെയ്യുന്നത്, ഞാൻ ഗബ്രൂട്ടന് വേണ്ടി ഒരു ചുവപ്പും വെള്ളയും ഷർട്ട് നേരത്തെ മേടിച്ചു വെച്ചായിരുന്നു. അത് അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാല് മോക്കും എടുത്തിട്ടുണ്ടായിരുന്നു ചുവപ്പും വെള്ളയും ഡ്രസ്സ്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാല് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരേ കളർ, ഇവക്ക് ഞാൻ കഴിഞ്ഞ കൊല്ലം ക്രിസ്മസിന് ഒരു ഗൗണ് തയ്ച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് അന്ന് 5 മാസം 6 മാസത്തിലങ്ങാണ്ട് ഞാൻ തയ്ച്ചു കൊടുത്തത്. അപ്പൊ 5ലാണ്. അപ്പൊ ആ അളവായതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു, ഇപ്പൊ ഇടാൻ പറ്റിയായിരുന്നു. അപ്പൊ ഞങ്ങൾ അതെല്ലാം കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ, ഡോറ, പിള്ളേര്, മോന്, പിന്നെ നാസി വന്നിട്ടുണ്ടായിരുന്നു, നാസിയുടെ പെണ്ണ് വന്നിട്ടുണ്ടായിരുന്നു, ഷെമി, നമ്മുടെ വീഡിയോയിലൊക്കെ ഉള്ളതല്ലേ അവര്. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ വന്നിട്ട് നമ്മുടെ എല്ലാരും ഞങ്ങളതിനെ നോക്കുമായിരുന്നു. നമ്മളിവിടെ സത്യം ഞാൻ പറയട്ടെ, ഇവര് ഇച്ചാൻ പുറത്തു പോയിട്ടോ എന്തോ മേടിക്കാനായിരുന്നു പറഞ്ഞ് പുറത്തോട്ട് പോയിട്ട് വന്ന് എന്നിട്ട് പറഞ്ഞ് എന്നെ റെഡിയാക്കിയിട്ട് കാറെ കയറി എടുത്തോണ്ടാണ് പോയത്. ഇപ്പൊ നിക്കാട്ടോ. അപ്പത്തേനും എടുത്തോണ്ട് പോയി. കാറെ കയറിയപ്പോ ഷെമിയോട് ചോദിച്ചു, ഷെമി എങ്ങോട്ടാ പോകുന്നത്? എനിക്കറിയത്തില്ല ചേച്ചി, എന്റെ കുറിച്ച് ഞാൻ ചോദിച്ചു, അങ്ങോട്ടാണെങ്കിൽ ശാസ്താംകോട്ട കായലിലാണെങ്കിൽ ഞാനില്ല, ഇവിടെ ഇറങ്ങിക്കോളാത്. പക്ഷെ ആ ശാസ്താംകോട്ട കായലോട്ട് പോകുന്ന വഴി തിരിഞ്ഞു പോയി. അപ്പൊ എനിക്ക് മനസ്സിലായി കായലിലോട്ടല്ല കൊണ്ടുപോകുന്നേന്ന്. അല്ല, ഇവിടെ നമുക്ക് 2 പറഞ്ഞില്ല. എന്നിട്ട് അത് ഞാനും നാസിയും കൂടെ തീരുമാനിച്ചു. ഞങ്ങൾ പറഞ്ഞില്ല, കുറെ നാളെ ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പോയിട്ട് അല്ല അങ്ങോട്ട് എന്റെ ഫ്ലോ പോയി കണ്ട. അന്നേരം ഇങ്ങനെ തിരിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി കായലിലോട്ടല്ല കൊണ്ടുപോകുന്നേന്ന് കേട്ടാ. എന്നിട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേന് അങ്ങോട്ട് തിരിഞ്ഞപ്പോ എനിക്ക് വഴി അത്രയ്ക്കൊന്നും ഇവിടുത്തെ അറിയത്തില്ല. അപ്പൊ ഷെമി പറഞ്ഞു അത് മേടിച്ചു വെക്കാം, അത് മേടിച്ചു വേറെ എന്തെങ്കിലും കൊടുക്കും, ബോളെന്തെങ്കിലും കൊടുക്കും. അന്നേരം ഷെമി പറഞ്ഞു, ചേച്ചി മിക്കാറും മൺട്രോത്തുരുത്തായിരിക്കും ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു. അങ്ങനെ അതെയായിരുന്നു. അവിടെ ചെന്നപ്പോ ഭയങ്കര തിരക്ക്, വണ്ടി, ആൾക്കാരല്ല. അപ്പൊ എനിക്ക് നടക്കാനൊന്നും അത്ര കൊണ്ടുപോയിട്ടില്ല, മൺട്രോത്തുരുത്തിൽ നടക്കാറായില്ലാത്തോണ്ട് ഫുള്ള് ഇച്ചാൻ കുറച്ച് എടുത്തോണ്ട് പോകുമ്പോ എനിക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടില്ല. അപ്പൊ എനിക്ക് കാണുമ്പോ എനിക്ക് ഇച്ചായ നിർത്തിച്ചായ, ഇവിടെ നിർത്തിച്ചായ, ഞാൻ നിന്നോളാം ഇച്ചായ, പതുക്കെ പോയാ മതി ഇച്ചായ, ഇച്ചാ നിർത്തും. വീൽ ചെയർ നമുക്ക് ഉണ്ടെങ്കിൽ കാറിൽ കൊണ്ടുപോകാൻ പറ്റില്ല, ഭയങ്കര വലിയ വീൽ ചെയറാ. അപ്പൊ അത് കാറിലൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നമ്മൾ നടക്കുന്ന സ്ഥലത്തൊക്കെ കൊണ്ടുപോകും. എനിക്ക് അറിയത്തില്ലായിരുന്നു അവിടെ പോകുന്നേന്നൊന്നും. അതെ, ഞങ്ങൾ ഒരിക്കലും പ്ലാൻ ചെയ്തല്ല. അപ്പൊ ഞാൻ നാസിയും കൂടെ കരുനാപ്പള്ളി പോയിട്ടുണ്ടായിരുന്നു. കരുനാപ്പള്ളി പോയ സമയത്ത് ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഒത്തിരി നാളായി എങ്ങോട്ടെങ്കിലും പോയിട്ട്. ഞങ്ങൾ എങ്ങും പോകാറില്ല, കാരണം ഈ അസുഖം വന്നതിന് ശേഷം എങ്ങോട്ടും ഇതുവരെ പോയിട്ടേ ഇല്ല. പിന്നെ അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ പോയി. അതായത് ഞങ്ങള് പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് പോയിട്ടുണ്ടെങ്കിൽ പറയാനായിട്ട്. പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് എങ്ങും പോയില്ല. ശാസ്ത്രയുടെ കായലിലും പോയി, പിന്നെ ശാസ്താവിടെ ഇടയ്ക്കൊക്കെ സിനിമയ്ക്ക് കൊണ്ട് 3-4 സിനിമ കൊണ്ട് കാണിച്ചിട്ടുണ്ട്. ശാസ്താവിടെ കായലിൽ ആദ്യം ആകെ ഞങ്ങൾ പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മളെല്ലാരും കൂടെ പോയി ബീച്ചിൽ പോയി, അഴീക്കൽ ബീച്ച്. അത് കുറെ നാളിന് മുമ്പ്, അത് ഇവള് കല്യാണം കഴിഞ്ഞ് വന്നിടയ്ക്ക് ഞങ്ങൾ അഴീക്കൽ ബീച്ചിലൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഞങ്ങൾ പോയിട്ടില്ല. പ്രഗ്നന്റ് ആയതിനു ശേഷം എവിടേക്കും പോകാനൊന്നും പറ്റിയിട്ടില്ല.
അപ്പോൾ കുറേ നാളെന്ന് വെച്ചാൽ ഏകദേശം 1 കൊല്ലത്തിന് മേളിലായി ഞങ്ങൾ എവിടെയെങ്കിലും പോയിട്ട്, 1.5 കൊല്ലത്തിന് മേളിലായി എങ്ങോട്ടേലും പോയിട്ട് തന്നെ. അപ്പം ഞങ്ങളിങ്ങനെ ഞാനും അവനൊക്കെ അവനും എങ്ങോട്ടൊന്നും പോകാറില്ല. അപ്പം ഞങ്ങളിങ്ങനെ പറഞ്ഞു എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ മൺട്രോത്തുരുത്തി പോയിട്ടില്ല ഞാനും അവനും കൂടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയിട്ടില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചെന്നാൽ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ പെട്ടെന്ന് ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചെന്നാൽ അങ്ങോട്ട് പോയിട്ട് അങ്ങനെ കൂട്ടുകാരൻ പെട്ടെന്ന് കാർ എടുത്ത് വന്നു. ഒട്ടും വിചാരിച്ചില്ല, പെട്ടെന്ന് റെഡിയായി, എന്നെ റെഡിയാക്കി. അവളെ എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പോയപ്പോ ഞാൻ പറഞ്ഞു ഇത് പെട്ടെന്ന്. ഞാനത് സ്റ്റോറി ഒക്കെ ഇട്ടപ്പോ ഞാൻ പറഞ്ഞു സർപ്രൈസ് യാത്രയാണ്, ഇത്രയും ദിവസം ഇത്രയും ഒരു 3-4 മാസത്തോളം റൂമിനകത്തുനിന്ന് ഇതുവരെ മുറ്റത്ത് പോലും ഇറങ്ങിയിട്ടില്ല. അതാണ് കാരണം എനിക്ക് നേരത്തെ പറ്റുന്ന അപ്പുറത്തോട്ടൊന്നും നേരത്തെ വീടുകളിൽ കണ്ടിട്ടുണ്ട് ഈ അടുക്കളയിലോട്ടൊക്കെ പോകുന്നതും കുക്ക് ചെയ്യുന്നതും മുറ്റത്തൊക്കെ. പക്ഷെ ഇപ്പൊ അത്രയും കൂടി വരുന്നത് ഒരു 4 ചുമരുകൾക്കുള്ളിൽ ഞാൻ അത് തന്നെയായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു മനസ്സിനൊരു കുളിർമ വന്നു അങ്ങനെ. പക്ഷെ ഇച്ചാൻ തന്നെ എടുത്തെടുത്ത് കുഴഞ്ഞു വിയർത്തേ. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, മക്കളും ഉണ്ട് ഇവളും ഉണ്ട്. അപ്പൊ ഷെമി അവിടെ ഒന്നും വന്നിട്ടില്ല. ഷെമി നേരത്തെ മുൻപ് എങ്ങാണ്ട് പെരുന്നാളിന് എല്ലാവരും കൂടെ വള്ളത്തിൽ എങ്ങാണ്ട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം വള്ളത്തിൽ പോകാനൊന്നും നമ്മുടെ കയ്യിൽ ബഡ്ജറ്റ് ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ വിചാരിച്ചെന്നാൽ നടന്ന് കായലിന്റെ അറ്റം വരെ പോയി കണ്ടിട്ട് തിരിച്ചു വരാന്ന് വിചാരിച്ചത്. അങ്ങനെ ഞാൻ പകുതി എന്നല്ല, നമ്മുടെ ആ ഒരു ബോട്ടിങ്ങിനൊക്കെ പോകുന്നതിന്റെ ആ ഒരു സൈഡ് വരെ ഞങ്ങൾക്ക് എത്താൻ പറ്റുള്ളൂ. കാരണം ഇവളെ എടുത്തോണ്ട് ഞാൻ നടക്കുമ്പം എനിക്ക് ശ്വാസമുട്ടുള്ളത് കൊണ്ട് എടുത്ത് നടക്കാനായിട്ട് പറ്റുന്നില്ല. പെട്ടെന്ന് കാണുമ്പോ എനിക്കും അസ്വസ്ഥത. ഞാൻ പറഞ്ഞു ഇവിടെ നിങ്ങൾ പോയിട്ട് നിങ്ങൾ എനിക്ക് അവളില്ലാതെ ഞാൻ എങ്ങനെ പോയി തനിയെ പോയി. ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ ഇരുന്നോളാം, നിങ്ങൾ പോയിട്ട് വരാൻ പറഞ്ഞു. പക്ഷെ ഇവര് സമ്മതിക്കുന്നില്ല. പിന്നെ ഞങ്ങൾ കുറച്ചേരം അവിടെ ഇരുന്നിട്ട് ആൾക്കാർ വള്ളത്തിൽ കയറി പോകുന്ന പിന്നെ ഒരാൾക്ക് സങ്കടം ഉണ്ടായി, ബോട്ട കയറ്റാൻ പറ്റില്ല. അപ്പൊ ഇച്ചാൻ പറഞ്ഞു വല്യമ്മയ്ക്ക് കുറച്ച് നടക്കാറൊക്കെ ആയി കഴിയുമ്പത്തേനും വരാന്ന് പറഞ്ഞ് അങ്ങനെ ആശിപ്പിച്ചു. അത് പറഞ്ഞു വന്ന അതല്ല, അത് അങ്ങനെ സന്തോഷം ഉണ്ടായിരുന്നു. നമ്മള് ഗബ്രൂട്ടിന്റെ കോംബോ എങ്ങനത്തായിരുന്നു, റെഡും വൈറ്റും. അപ്പൊ ഒരാളെന്തോടി പറഞ്ഞേ കുട്ടിസാന്റെയാണോ, കുട്ടിസാന്റെയാന്ന് പറഞ്ഞ് എല്ലാരും അവിടെ നോക്കുന്നുണ്ടായിരുന്നു. അവനും ഭയങ്കര എൻജോയ്മെന്റ്. വേറെ നമ്മുടെ ഒരു സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ടായിരുന്നില്ലേ, 1-2 പേരെ കണ്ടു. അങ്ങനെ വന്നിട്ട് സംസാരിച്ച് കുട്ടിസാരി. അത് മാത്രല്ല ഞങ്ങൾ മാത്രമല്ല, എല്ലാരും കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സ്. ഞങ്ങൾ മാത്രം ഒരു ടീം ഫുള്ള്, ഞാന്, നാസി, ഷെമി, ഡോറ, പ്രിൻസി, നമ്മുടെ ഗബ്രൂട്ടൻ എല്ലാം റെഡ്. അതിനിടയ്ക്ക് ഒരു വൈറ്റ് ഇട്ടിട്ട് നമ്മുടെ പ്രിൻസും ഉണ്ടായിരുന്നു. ചെറിയ വൈറ്റ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, റെഡും വൈറ്റും ആയിരുന്നു അവന്റെ. ഇവിടെ റെഡും വൈറ്റും ആയിരുന്നു. അവിടെ ചെന്ന് ഇറങ്ങിയപ്പോഴേ റെഡ് കമയം കണ്ടപ്പോഴേ തൊപ്പി വെക്കുന്ന ചേച്ചി എല്ലാവരും ചുമപ്പാണല്ലോ, എല്ലാരും തൊപ്പി മേടിച്ചിട്ട് ചുമന്ന തൊപ്പിയും കൂടെ നമ്മൾ അപ്പൊ വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കത്രയും ദൂരം നടന്നിട്ട് അവിടെ ഒരു സ്ഥലത്ത് ഇരുത്തി എന്നെ ഞാൻ പറഞ്ഞു ഇവിടെ ഇരുത്തിയാൽ മതി. പിന്നെ അവിടെ നിന്ന് കുറെ ഫോട്ടോസൊക്കെ എടുത്ത് മാറി കുറെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങള് പറഞ്ഞു വന്നാൽ തിരിച്ചു പോവാം. അപ്പത്തേനും എത്ര മണിയായി, 6 മണിയായി, 6 മണിയൊക്കെ ആയായിരുന്നു. പിന്നെ തിരിച്ചിച്ചാൽ അതേപോലെ തന്നെ എടുത്തു. എല്ലാരും നോക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഞങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കാറില്ലാത്തോണ്ട്. പണ്ട് ഞങ്ങൾക്കാണെങ്കിൽ ഇങ്ങനെ ആൾക്കാർ നോക്കിയിരിക്കുമ്പോൾ ഞങ്ങൾക്കൊരു ഇത് അയ്യേ എന്താ ഇങ്ങനെ നോക്കുന്നത് ചിന്തയൊക്കെ വരുമായിരുന്നു. ഇപ്പൊ പിന്നെ ഞങ്ങൾക്ക് തോന്നില്ല. പക്ഷെ വീട്ടിലൊക്കെ എന്റെ അമ്മ അച്ഛൻ ചേട്ടനൊക്കെ എടുത്തോണ്ട് പോകുമ്പോ എനിക്കിങ്ങനെ എന്താ ഒരു ചമ്മലയ്യോ എല്ലാരും നോക്കും, നാണക്കേട്. പക്ഷെ ഈ തവണ മാത്രം കേട്ടോ ഇച്ചാനെ എടുത്തോണ്ട് പോയപ്പോ എനിക്ക് ആ ഒരു മൈൻഡേ വന്നില്ല. ഇപ്പൊ ഞാൻ ഒട്ടും ഇത് ശ്രദ്ധിക്കില്ല. കാരണം ഞാൻ എടുത്തോണ്ട് പോകുന്നത് എന്റെ ഭാര്യ തന്നെയാണ്, നാട്ടിൽ കണ്ട പെണ്ണുങ്ങളൊന്നുമല്ല. പിന്നെ ഞാൻ ഇതിനാണ് വേറെ എന്തൊക്കെ നോക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ ആരെന്ത് ശ്രദ്ധിച്ചാലും ആര് നോക്കിയാലും ഞാനിപ്പോ ആ ഒരു ഇത് കൊടുക്കാറില്ല. നമ്മൾ നമ്മുടെ കാര്യം ചെയ്യാം, നമ്മൾ നമ്മുടെ രീതിയിൽ പോയിട്ട് വരാം. പണ്ടൊക്കെ വെച്ചാൽ എനിക്കൊരു ചെറിയ ഇതുണ്ടായിരുന്നു, എന്തിങ്ങനെയൊക്കെ നോക്കുന്നു, ഇനി എടുത്തോണ്ട് നടന്നു കഴിഞ്ഞാൽ ആൾക്കാർ നോക്കുക എന്നൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയുള്ള ചിന്ത ഒന്നുമില്ല. കാരണം നമുക്കിത് ശീലമായി. ഒന്ന് രണ്ടാമെന്ന് വെച്ചാല് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്താണോ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത് ആ രീതി നമ്മൾ മുന്നോട്ട് പോയെങ്കിലേ നമ്മുടെ ജീവിതത്തിൽ ഒരു അർത്ഥം ഉണ്ടാവുള്ളൂ. മറ്റുള്ളവരെന്ത് പറയും, മറ്റുള്ളവരെന്ത് ചെയ്യും, മറ്റുള്ളവർ എങ്ങനെ കാണുന്നത് എന്നുള്ളത് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു അർത്ഥവും ഇല്ലെന്നുള്ളത് എനിക്ക് മനസ്സിലായതുകൊണ്ട് പിന്നെ ഇപ്പം ഞാൻ ആരുടെ ഒന്നും ഗവനിക്കാറില്ല. നേരെ പോവാ, നേരെ വരിക, അത്രേ ഉള്ളു. പിന്നെ ഗബ്രൂട്ടിനെ എടുക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു. നാസി ഉണ്ടായിരുന്നു, ഷെമി ഉണ്ടായിരുന്നു, മോനുണ്ടായിരുന്നു, മോളുണ്ടായിരുന്നു. അവനെ അങ്ങോട്ട്. ഇവന് പിന്നെ വേറൊരു കാര്യമുണ്ട്, ആരെടുത്ത് വേണേലും പൊക്കോളൂ, ആര് കൈ നീട്ടിയാലും പൊക്കോളൂ, ഒരു കുഴപ്പമില്ല. ഇന്ന ആളെടുത്ത് പോകണം എന്നൊന്നുമില്ല, ആരെടുത്ത് വേണേലും. പിന്നെ പുള്ളിക്കാരനുള്ള ഒരു ഇച്ചിരി ഇതെന്ന് വെച്ചാൽ ഞാൻ എടുക്കുമ്പോൾ പുള്ളിക്കാരൻ ഭയങ്കര ഹാപ്പിയാണ്. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ ആണെങ്കിൽ പോലും ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ ടോക്കലല്ല, സത്യമല്ലേ പറഞ്ഞത്. സത്യം പറഞ്ഞു, അമ്മ എടുക്കുമ്പോഴാണ് അല്ല പ്രിൻസെ, വല്യപ്പ എടുക്കുമ്പോഴാണോ മറ്റുള്ളവർ എടുക്കുമ്പോഴാണോ ഗബ്രൂട്ടിന് കൂടുതൽ സന്തോഷമാവുന്നത്? വല്യപ്പ അവര് ഒരേ ടോണിൽ ഒരേ സ്വരത്തിൽ പറയുള്ളൂ. അപ്പോ എങ്ങനെയാണ് പിന്നെ ഒരുപാട് പേര് നമ്മൾ ഒത്തിരി
ഒത്തിരി എന്ന് വെച്ചാൽ ഒരു 100 തവണയ്ക്ക് മേളിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. എൻ്റെ ബ്രദറിന്റെ കുഞ്ഞുങ്ങളാണ്. പക്ഷെ നമ്മുടെ പുതിയതായിട്ട് വീഡിയോ കാണുന്ന അല്ല, നമ്മള് തൊട്ട് മുമ്പുള്ള നമ്മള് ഹെൽപ്പ് വോയിസ് ഇട്ടതിന് ശേഷമുള്ള ഒരു വീഡിയോക്കകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സെയിം കാര്യം. എന്റെ സഹോദരന്റെ കുഞ്ഞാണ് നമ്മൾ സെയിം കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ പേരൻസ് വയനാട്ടിലുണ്ട്. അവര് വെക്കേഷന് ആയിട്ട് ഇടയ്ക്ക് അവിടെ പോവാറുണ്ട്. ഇപ്പൊ 10 ദിവസം കൊണ്ട് അവര് പോയിട്ടില്ല. ഇവർ ഈ സ്കൂളിലാണ് പഠിക്കുന്ന നേരത്തെ മുതല്. അതുകൊണ്ട് ഇവർ ഇവിടെ തന്നെ ഉണ്ട്. നമ്മളത് ഒരുപാട് തവണ പറഞ്ഞാല് പുതിയ ഒരുപാട് പേര് വരുന്നുണ്ട്. ഒത്തിരി പേര് പുതിയത് ആയിട്ട് വരുന്നുണ്ട്. നമ്മളോട് ദേഷ്യമൊക്കെ വരുന്നു. ഒരു കമന്റ് ഞാൻ കണ്ടു കേട്ടോ. അതില് പറയുന്നത് എനിക്ക് നിങ്ങളോട് ഒരു കാര്യത്തില് ദേഷ്യമുള്ളൂ. ഞാൻ കുറെ തവണയായിട്ട് ചോദിക്കുന്നു ഈ കുഞ്ഞുങ്ങൾ ആരാണെന്ന്, എന്നിട്ട് നിങ്ങൾ പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട്. അതായത് നമ്മൾ എങ്ങനെയാണ് എത്ര വട്ടം നമ്മൾ ഇത് പറയും. അതിന് താഴെ ആരോ ഒന്ന് കമന്റ് ഇട്ടിട്ടുണ്ട്. അവര് നേരത്തെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് ബ്രദറിന്റെ കുട്ടികളാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞു വേറെ ആരോ റിപ്ലൈ കൊടുത്തു. എന്റെ നേരെ ഇളയ അനിയന്റെ മക്കളാണ് രണ്ടുപേരും, പ്രിൻസിയും പ്രിൻസും. ഇത് നമ്മൾ ഒരുപാട് വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പറഞ്ഞു നമുക്ക് തന്നെ ചളിപ്പായി തുടങ്ങി. പറഞ്ഞ് കേട്ട് അവർക്കും ചളിപ്പായി. അപ്പൊ കുഞ്ഞുങ്ങൾ പണ്ട് ഏത് നമ്മുടെ കൂടെ തന്നെ ആയിരുന്നു കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നത്. ഞങ്ങളൊരു കൂട്ടുകുടുംബം പോലെ കഴിഞ്ഞിരുന്നത്. പിന്നെ അനിയത്തിക്ക് അനിയനും ആണെങ്കിൽ വയനാട്ടിലേക്ക് പോകേണ്ടി വന്നപ്പോൾ അവർ പോയി. മക്കൾ ഇവിടുത്തെ നമ്മുടെ വീട്ടിനടുത്ത സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കുഞ്ഞുങ്ങളെ നമ്മൾ തന്നെയാണ് കാര്യങ്ങളെല്ലാം നോക്കി നമ്മുടെ കൂടെ നിർത്തിയിരിക്കുന്നത്. ചിലപ്പോൾ വരികയാണെങ്കിൽ ഈ തവണത്തെ എക്സാം കഴിയുമ്പോൾ ചിലപ്പോൾ കൊണ്ടുപോകും. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുഞ്ഞുങ്ങൾ വീണ്ടും ഇവിടെ തന്നെ ആയിരിക്കും. ഞങ്ങൾക്ക് ഇവരുള്ള സത്യം പറഞ്ഞ സന്തോഷമാണ്. കാരണം ഇവിടെ ചെറിയ ചാഞ്ചാട്ടം ഉണ്ട്. അത് ഇച്ചായന്റെ മോളാണ്. ഇന്ന് എന്നോടത്ത് പറഞ്ഞു. ഇന്ന് രാവിലെ വിളിച്ചിട്ടുണ്ട്. എന്റെ അനിയനുമായിട്ട് ഭയങ്കര കമ്പനിയാണ് അവള്. അതുകൊണ്ട് അവനോട് ഷോർട്സ് ഉണ്ട് കണ്ടപ്പോഴല്ലേ. അച്ഛമ്മോളാണെങ്കിൽ അമ്മമ്മോളാണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ അച്ഛമ്മോളാണ്. അതെന്താടി ചോദിച്ചോ പറഞ്ഞു ഒന്നുമില്ല എന്നാലും പുറത്തൊക്കെ കൊണ്ടുപോയി സാധനങ്ങളൊക്കെ മേടിച്ചു തരുന്നുണ്ടോ. അല്ല അതൊന്നും അല്ല കേട്ടോ. ഞാൻ സംഗതി എന്താന്ന് വെച്ചാൽ ഒന്ന് ഇവളുടെ അടുത്ത് അവന് ഭയങ്കര സ്നേഹമാണ്. ഇവൾ എന്ത് കുരുത്തക്കേട് കാണിച്ചാലും ഒരു വകയും അവൻ ചെയ്യത്തില്ല. അടി കിട്ടുന്ന മൊത്തം പ്രിൻസിനാണ്. അല്ലാതെ ഇവളെ ഒന്നും ചെയ്യത്തില്ല അവൻ, ഒരു വകയും ചെയ്യത്തില്ല. പക്ഷെ സിനി എങ്ങനെയാന്ന് വെച്ചാൽ അനിയത്തി എങ്ങനെയാന്ന് വെച്ചാല് എന്ത് കാണിച്ചാലും അപ്പ സ്പോട്ടിൽ തട്ടപ്പ കൊടുക്കുക. അതുകൊണ്ട് ഇവക്കെന്ന് വെച്ചാല് സിനിയോടല്ല വലിയ കാര്യം. സിനിയുടെ ഷേപ്പാണ് കറക്റ്റ് എന്റെ അനിയത്തി ഉരിച്ചു വെച്ചിരിക്കുക. ഇവള് നേരത്തെ ഞാൻ കണ്ടതിനേക്കാൾ ഇപ്പം വലുതായി വരുന്നതനുസരിച്ച് കറക്റ്റ് സിനിയിലെ ഷേപ്പിലേക്ക് വന്നിരിക്കും. പക്ഷെ തിരിച്ച് മോന് അനിയന്റെ ആ ഒരു റൗണ്ട് ഫേസ്, അനിയൻ റൗണ്ട് ഫേസ് ആണ്. അതുപോലെ തന്നെ അവനാണെങ്കിൽ കുഞ്ഞായിരുന്ന സമയത്ത് അതായത് പ്രിൻസിന്റെ ഒക്കെ പ്രായത്തിനേക്കാൾ കുറച്ചുകൂടെ പഴയ ഫോട്ടോ ഉണ്ട്. ഞാൻ ഇടയ്ക്ക് ഇടാം കമ്മ്യൂണിറ്റി ഫോട്ടോ. ഒന്നുമില്ല, പ്രിൻസിനേക്കാളും കുറച്ചുകൂടെ ഇളയതായിരുന്ന സമയത്ത് അവൻ ഇതുപോലെ നല്ല വണ്ടുരുണ്ടിരിക്കുവായിരുന്നു. ഉണ്ടമണിയായിട്ട് ഇരിക്കുവായിരുന്നു. അപ്പം പ്രിൻസിനെ ഇഷ്ടമായെന്ന് പറഞ്ഞിട്ട്. അപ്പൊ സംഗതി എന്ന് വെച്ചാൽ അവന് ഞങ്ങള് പണ്ട് കൊല്ലത്ത് താമസിച്ചോണ്ടിരുന്ന സമയത്തും വെള്ളം കോരിക്കൊണ്ട് പോകണം. പൈപ്പിൽ നിന്ന് വെള്ളം എടുത്തിട്ടാ പോകുന്നത്. അമ്മങ്ങനെ ആകുമ്പോ പൈപ്പിൽ നിന്ന് വെള്ളം എടുത്തിട്ട് വരുന്ന സമയത്ത് ഒരു സൈക്കിളുകാരൻ വന്ന് ഇടിച്ചിട്ട് സൈക്കിൾ അവന്റെ മേളിൽ കൂടെ കയറി ഇറങ്ങി. അങ്ങനെ അതിനുശേഷം എന്താ സംഗതി അറിയത്തില്ല. പിന്നെ പുള്ളിക്കാരന് പെട്ടെന്ന് ശോഷിച്ചു പോയി, വണ്ണം കുറഞ്ഞു. പേടിച്ചിട്ടാണോ എന്താണെന്ന് അറിയത്തില്ല ബിജോയ്. അതിനുശേഷം ഭയങ്കര സ്ലിം ആയി പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ കൊച്ചുനാളിലെ കറക്റ്റ് ഇവനെ പോലെ പ്രിൻസ് എങ്ങനെയാണോ ഇരുന്നത് അതുപോലെ തന്നെ ആയിരുന്നു ബിജോയ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ കറക്റ്റ് സിനിയുടെ അതേ രീതി കറക്റ്റ് സിനിയെ ഉരിച്ചു വെച്ചേക്കാണ്. അപ്പം നമുക്കെന്ന് വെച്ചാൽ നമുക്കും ഇവര് നമ്മുടെ കൂടെ ഇരിക്കുന്നത് ഞങ്ങൾക്ക് സന്തോഷമാണ്. കാരണം എന്റെ ആദ്യത്തെ കുഞ്ഞുങ്ങളെന്ന് പറയാൻ പറ്റുന്നത് എനിക്ക് ഇവരെയാണ്. ഗബ്രു ആണെങ്കിൽ നമ്മുടെ വീട്ടിലെ ആദ്യം ബ്രദറിന്റെ സിസ്റ്ററിന്റെ അവരായിരിക്കും നമ്മുടെ ആദ്യത്തെ കുഞ്ഞുങ്ങൾ. ഗബ്രു ഞാൻ എപ്പോഴും പറയും, ഞാനിവിടെ വന്നപ്പോ തൊട്ട് ഇവര് ബിജോയും സിനിയും ഇവരെല്ലാരും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം ആദ്യമൊക്കെ എന്റെ ആയിട്ട് അത്ര അടുപ്പില്ല ഇപ്പൊ. പക്ഷെ ഇപ്പൊ ഇവരായിട്ട് ഞാൻ ഇവര് ഭയങ്കര അറ്റാച്ച്. ഇന്നലെ കണ്ട് പറഞ്ഞു വലിയ ഉണ്ണുമ്പോഴെ ഉണ്ണെന്നുള്ളൂ വരെ. 3 പേരും കൂടെ ഉണ്ടല്ലേ ഇരുന്നിട്ട് ഇല ഇട്ട് ഓരോ ഇലക്കകത്തിരുന്നോണ്ടാ 3 കൂടി ഉണ്ണുന്നത്. ഇന്നലെ കണ്ട് ചോറ് വളമ്പോ ഞാൻ കാണിക്കും. ഞാൻ വലിയ ദേഷ്യം വരുന്നേ അല്ല പ്രിൻസേ, ദേഷ്യം വരുന്നേ അപ്പൊ ഇതൊക്കെയാണ് കൂട്ടുകാരെ ഞങ്ങളുടെ വിശേഷങ്ങൾ. ഇത്രയൊക്കെ ഉള്ളു. പിന്നെ നമുക്കും എല്ലാരെയും പോലെ നടന്നുള്ള വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങളത് താമസിയാതെ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ഡോറ ഒന്ന് നടന്നു കിട്ടി കഴിഞ്ഞാൽ പിന്നെ വേറൊരു സന്തോഷ വാർത്ത എന്താന്ന് വെച്ചാൽ വേറൊരു സന്തോഷ വാർത്ത എന്താന്ന് വെച്ചാല് എന്റെ കൈ
എന്റെ കൈ പിടിച്ച് ഡോറ ഈ ബെഡിന്റെ അടുത്ത് നിന്ന് ഈ വാതില് വരെ ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും നടന്നു. പക്ഷെ സംഗതി എന്താ വെച്ചാൽ പെയിൻ ഉണ്ട് കേട്ടോ. ആ നടന്നപ്പോ കുറച്ചുകൂടെ പെയിൻ കൂടിയിട്ടുണ്ട്. പക്ഷെ സന്തോഷം എന്താന്ന് വെച്ചാൽ നടക്കാൻ പറ്റിയ എന്തായാലും കാലിന് എഴുന്നേറ്റ് നിന്നു. ഇന്ന് അങ്ങോട്ട് തന്നെ അങ്ങോട്ട് ഇരുന്നു, അവിടെ നിന്ന് ഇങ്ങോട്ട് ഇരുന്നു. ഇപ്പൊ ഞാൻ തന്നെ എഴുന്നേറ്റ് ഡ്രസ്സ് ഇട്ടു. ടീഷർട്ട് മാത്രമേ ഞാൻ ഇട്ട് കൊടുത്തുള്ളൂ, ബാക്കി ഡ്രസ്സ് ഇട്ട്. പിന്നെ ഈ കൈ കുറച്ചുകൂടെ ഇത്ര പൊങ്ങി. കഴിഞ്ഞ തവണ ഇത്ര ആയിട്ടില്ലായിരുന്നു, ഇത്രയും പൊങ്ങി, ഇത്രയും വരെ ആയിട്ടുണ്ട്. പിന്നെ നാളെ ഹെൽത്തിൽ പോകണം. ഹെൽത്തിൽ പോയിട്ട് നാളെ രാവിലെ 10 നമ്മള് ഹെൽത്ത് സിസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് പാലിയേറ്റീവിന്റെ ആൾക്കാരായിട്ട് പറഞ്ഞു. അപ്പൊ അവരാണ് മറ്റേ നമ്മുടെ വാക്കിംഗ് സ്റ്റിക്ക് ഉണ്ടല്ലോ, 2 സൈഡിൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പിടിച്ച് നടക്കാൻ പറ്റുന്ന ആ സാധനം തരാന്ന് പറഞ്ഞു. അപ്പൊ നാളെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. നാളെ 10 മണിയാകുമ്പോഴേക്കും ചെല്ല്, അവിടുന്ന് തരാന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഏകദേശം ഡോറ ഓക്കെ ആയി വരുന്നത്. എനിക്ക് സത്യം പറഞ്ഞാല് ആരുടെയും സഹായം ഇല്ലാതെ ഇവളും നടന്നു കിട്ടിയാൽ മതി. അത്രയും ആ ഒരു കാര്യത്തിലേക്ക് എനിക്കതിപ്പോ ഇവരാരൊക്കെങ്കിലും പുറത്തു പോണെങ്കിൽ എനിക്കൊന്ന് കുഞ്ഞിന്റെ കാര്യമല്ല, ഏറ്റവും കൂടുതൽ എനിക്ക് ടെൻഷൻ എന്ന് വെച്ചാല് ഇപ്പം ഞാനുണ്ടെങ്കിൽ ഡോറയ്ക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ എന്നുവെച്ചാൽ ഇപ്പം യൂറിൻ പാസ് ചെയ്യണമെങ്കിലോ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾ വരികയാണെങ്കിലോ ഞാൻ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, എനിക്ക് ബാത്റൂമിലൊക്കെ കൊണ്ടുപോയി ഇരുത്തിയിട്ട് അതുപോലെ എടുത്തുകൊണ്ട് വരാൻ പറ്റും. പക്ഷെ സംഗതി എന്താ വെച്ചാല് ഞാൻ ഇല്ലാത്ത സമയത്താണ് ഇത് വരുന്നുണ്ടെങ്കിൽ എന്നുവെച്ചാൽ ആരും ഇല്ലല്ലോ എടുത്തോണ്ട് വരുന്നത്. അപ്പൊ എനിക്കത് ഭയങ്കര വിഷമമുള്ള കാര്യം. ഇപ്പൊ മാത്രമല്ല, ഇപ്പൊ മോനൊന്ന് അപ്പിയിട്ട് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് കഴുകാൻ ഒരു ചെറിയ ചളിപ്പുണ്ട്. എത്രയായാലും കുട്ടികളല്ലേ, നമുക്കത് പറയാൻ പറ്റില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും അത് അവര് കുഞ്ഞുങ്ങളെ. പക്ഷെ എനിക്ക് നമ്മളെ സംബന്ധിച്ച് അത് കുഴപ്പമില്ല. പക്ഷെ കുഴപ്പമില്ല ചെയ്യാന് നേരത്തെ എന്ന് വെച്ചാൽ ഞാൻ തന്നെ പോയി കുഞ്ഞായിരുന്നു ഞാൻ തന്നെ പോയി ബാത്റൂമിൽ കഴിച്ചിട്ടുണ്ട്. അതുപോലെ വെച്ചാൽ അവിടെ പോകുമ്പോ ബക്കറ്റിൽ വെള്ളം എടുത്തു വെക്കും. ഇപ്പൊ കുഞ്ഞിനെ ഇവര് പിടിക്കും, ഞാനാണ് വാഷ് ചെയ്തുകൊണ്ട് വരുന്നത്. പക്ഷെ ഇപ്പൊ അത്ര കൂടി പറ്റാത്തപ്പോ ഇതാ. പക്ഷെ ഇപ്പൊ പപ്പായാണ് ഇപ്പൊ കുറച്ചു മുന്നേ പപ്പായ വാഷ് ചെയ്യുന്നത്. ഞാനില്ലാത്ത സമയത്ത് പപ്പ ഇപ്പൊ വയ്യാണ്ടിരിക്കും, പപ്പയ്ക്ക് ഇൻഫെക്ഷൻ ആയിട്ടിരിക്കുക. അപ്പം ഞാൻ ഇല്ലാത്ത സമയത്ത് ഇപ്പൊ കൂടുതലും പപ്പയാണ് മോനെ കഴുകിയെടുക്കെല്ലാം ചെയ്യുന്നത്. അപ്പൊ നമുക്കൊരു സങ്കടമാണ്. സാധാരണ പപ്പായെ കൊണ്ടൊന്നും നമ്മൾ അങ്ങനെ ചെയ്യിച്ചിട്ടില്ല. ഒരേ ഇത് പറയാൻ പപ്പ അങ്ങനെ ഒന്നും ചെയ്യാറില്ല, ചെയ്യിച്ചിട്ടില്ല. എനിക്ക് പറയാനൊരു മടിയാ. പക്ഷെ നമ്മുടെ സാഹചര്യം കൊടുത്ത് നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്നത്. ഇപ്പൊ ഞാനില്ലാന്നുണ്ടെങ്കിൽ പപ്പയാണ് ഇപ്പൊ മോനെ അപ്പിയിട്ടല്ലൊക്കെ കഴിയൊക്കെ ചെയ്യുന്നത്. അപ്പം എനിക്കുള്ളൊരു ആഗ്രഹം എന്ന് വെച്ചാൽ ഇവളൊന്ന് നടന്നു കിട്ടിക്കഴിഞ്ഞാൽ കുഞ്ഞിന്റെ കാര്യമൊക്കെ ഇവള് കറക്റ്റ് ആയിട്ട് നോക്കാൻ പറ്റും, അവളുടെയും കാര്യം നോക്കാൻ പറ്റും. ഞാനും നേരത്തെ കുളിപ്പിക്കും നോക്കും എല്ലാം ഞാൻ തന്നെയാണ് ചെയ്തോണ്ട്. പക്ഷെ ഇപ്പൊ എനിക്കിപ്പൊ സംബന്ധിച്ച് അവനെ എടുക്കാനും നോക്കാൻ അത്യാവശ്യമല്ലേ, എടുക്കാൻ പറ്റുന്നുണ്ട്. എടുക്കാനും അവനിപ്പോ എത്ര ഇത് കാണിച്ചാലും എനിക്ക് അത്യാവശ്യം ബാലൻസ് ചെയ്ത് എടുക്കാനും പറഞ്ഞു. നേരത്തെ ഇപ്പൊ ഫുഡ് കൊടുക്കുന്നത് ഇവളാണ്. നേരത്തെ ഷെയർ ചെയ്യാനും പറഞ്ഞോ? ഇല്ല, അത് നമുക്ക് സെപ്പറേറ്റ് പറയാം. അത് വേറൊരാള് നമുക്ക് പൈസ ഇട്ട് തന്ന് ആയിട്ടാണ് പേര് പറയാൻ പറഞ്ഞു. സോറി, അതൊരു ചേച്ചിയല്ലേ, പേര് പറയണ്ടെന്ന് പറഞ്ഞു. സൗദിയിലെ നേഴ്സാ. അപ്പൊ അത് പേര് പറയണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ അത് നമുക്ക് പൈസ ഇട്ടെന്നിട്ട് നമ്മളൊരു ഷെയർ മേടിച്ച് അതിന് നമ്മൾ വീഡിയോ വേറെ ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. നമ്മൾ എന്തായാലും നമുക്കുള്ള വിശേഷം ഭയങ്കര സന്തോഷം. എന്നെ സംബന്ധിച്ച് എനിക്ക് നല്ല മാറ്റമുണ്ട്, ഒത്തിരി മാറ്റമുണ്ട്. ഒരു മാസം ആയില്ല ഈ മരുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇപ്പൊ കൂടിപ്പോയി ഒരു 15 ദിവസത്തിനകത്തേ ആയിട്ടുള്ളൂ ഈ മരുന്ന് സ്റ്റാർട്ട് ചെയ്തത്. ഇവരുടെ വെക്കേഷൻ തുടങ്ങി അന്നാന്ന് തോന്നുന്നു നമ്മൾ അന്ന് പോയത്. ലാസ്റ്റ് പോയത് അല്ല, ഫസ്റ്റ് പോയത് അല്ല, വെക്കേഷൻ തുടങ്ങിയ സമയത്തല്ല, എക്സാം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഫസ്റ്റ് നമ്മൾ പോയത്. രണ്ടാമത് നമ്മൾ പോകുമ്പോഴല്ലേ നമ്മളെ പറഞ്ഞത് ഈ എക്സാം ആണ്, അതിന് എങ്ങനെ പോകുന്ന ആലോചിച്ചിട്ട് രാത്രി നമുക്ക് വെള്ളിയാഴ്ച ദിവസം രാത്രി, വെള്ളിയാഴ്ച അല്ല വ്യാഴാഴ്ച രാത്രിയാണ്. കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയാണ് ഞങ്ങൾ ലാസ്റ്റ് പോയി മരുന്ന് മേടിച്ചിട്ട് വന്നത്. പിന്നെ ഇപ്പൊ ഒരുപാട് വ്യത്യാസമുണ്ട്. കൈയൊക്കെ നിവർന്നതാ, ഇങ്ങനെ പോയായിരുന്നു. ഇങ്ങനെയല്ല പോയത്, ഇങ്ങനെയാണ് പോയത് കേട്ടോ. എന്നെ സംബന്ധിച്ച് എനിക്ക് ഇവിടെ നോക്കുമ്പോ ഇങ്ങനെ പോയതായിട്ട് കാണുന്നു. ഇങ്ങനെയല്ല പോയത്, അതായത് ഇങ്ങനെ ഇരിക്കുന്ന കൈ നമ്മുടെ പത്തി ഉണ്ടല്ലോ, ഇങ്ങനെയാ പോയത്. ഇങ്ങനെ വളഞ്ഞാ പോയത്. അത് 2 കൈയും ഇങ്ങനെ ആയി പോയായിരുന്നു, ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു പോയി 2 കൈ. പിന്നെ എന്ന് വെച്ചാൽ കാല് വളഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വാ പൊളിയത്തില്ല, ഇങ്ങനെയായിരുന്നു വാ വെച്ചുകൊണ്ടിരുന്നത്, വാ പൊളിയത്തില്ലായിരുന്നു, തൊണ്ടയ്ക്കെല്ലാം വേദനയായിരുന്നു. ഇപ്പൊ എന്തായാലും ഒരുപാട് ഒത്തിരി മാറ്റം എന്ന് വെച്ചാൽ ഒരുപാട് മാറ്റമുണ്ട്. തന്നെ എഴുന്നേൽക്കാൻ തുടങ്ങി. മറ്റേ വിഷയം പിടിച്ചല്ലേ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ തനിയെ എഴുന്നേൽക്കും, തനിയെ കിടക്കും, തനിയെ കുഞ്ഞിന് പാല് കൊടുക്കും. അതുപോലെ തന്നെ തനിയെ കസേരയിലോട്ട് ഇരിക്കാൻ തുടങ്ങി. നടക്കല്ല കേട്ടോ, നടന്നിരിക്കുമല്ല, ഇങ്ങനെ പിടിച്ച് ബാലൻസ് ചെയ്ത് നിന്നിട്ട് കസേര നീക്കിയിട്ടിട്ട് കസേരയിലോട്ട് ബാലൻസ് ചെയ്തിരിക്കും. അങ്ങനെ ഒരുപാട് ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട്. പുള്ളി ഭയങ്കര കളിമൂടില്ല, ഉറക്കം വന്നിരുന്ന ആളാണേ.
അപ്പൊ അത് ഭയങ്കര ഞങ്ങളെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം. ഞാൻ വിചാരിച്ചത് ഞാൻ ചത്തുപോകുമോ, ഞാൻ ഇങ്ങനെ തളർന്നു പോകുമോ എന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷെ പറയുമല്ലോ, നമുക്ക് കിട്ടേണ്ട ഒരു ടൈമിംഗ് ഉണ്ട്, ആ ഒരു സമയത്ത് നടക്കുള്ളൂ എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ട്രീറ്റ്മെന്റ് എടുക്കാൻ നമുക്ക് ഇച്ചിരി സമയം എടുക്കേണ്ടി വന്നു അല്ലേ ചായ? അതാ, എന്തായാലും എല്ലാം ശരിയായിട്ട് വരുന്നു, എല്ലാം ഓക്കെ ആയിട്ട് വരുന്നത്. എല്ലാത്തിലും നന്ദി നിങ്ങളോടാണ് പറയേണ്ടത്. കാരണം നിങ്ങൾ സഹായിച്ചു. പ്രാർത്ഥന ഉണ്ട്, ഞങ്ങൾക്ക് വേണ്ടി വഴിപാട്, എല്ലാ കാര്യങ്ങളും നമ്മളെ വിളിക്കുന്നു, സംസാരിക്കുന്നു. നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നവർ തന്നെ നമ്മളെ ഇടയ്ക്ക് വിളിക്കും. ഇപ്പോഴും മെസ്സേജ് ഒക്കെ അയക്കാം. നമ്മുടെ ഫൗസീത്ത മെസ്സേജ് അയക്കാം, ഇന്നലെയൊക്കെ മെസ്സേജ് അയച്ചായിരുന്നു കേട്ടോ. അപ്പം എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. നമ്മളെ സഹായിച്ച ഒരുപാട് പേരോട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേണ്ടി പ്രെയർ ചെയ്തിട്ടുള്ള ആൾക്കാരോട് നമുക്ക് നന്ദിയേ ഉള്ളൂ. തുടർന്ന് നമ്മളടുത്ത് ഈ സ്നേഹം ഉണ്ടാവണം നമ്മൾ പ്രതീക്ഷിക്കുന്നു. പിന്നെ ട്രീറ്റ്മെന്റ് ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. കാരണം മോന് കുറച്ച് ഡീറ്റെയിൽ കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാനായിട്ടുണ്ട്. കുറച്ച് സങ്കടവും ഉണ്ട്, കുറച്ച് നമുക്ക് ആശ്വസിക്കാനും പറ്റും. അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. മോന്റെ കാര്യം മാത്രമായിട്ട് തന്നെ പറയാമെന്ന് വിചാരിച്ചു. കാരണം കുറച്ചധികം പറയാനുണ്ട്. ഇപ്പൊ തന്നെ വീഡിയോയുടെ ലെങ്ത് കുറച്ച് കൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ഒരു ചെറിയ വിശേഷം നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടി വന്നതാണ്. അതിൽ ഷോജി, അത് സിസ്റ്റർ ആയാലും ബ്രദർ ആയാലും ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. എന്താ പറയുക, നിങ്ങളുടെ മകനെ പോലെ തന്നെ കണ്ട്, നമ്മുടെ ഗബ്രൂട്ടനെ കണ്ട് അവന് വേണ്ടിട്ട് ഇത്രയും, അതായത് ഒന്നോ രണ്ടോ സാധനം അല്ല സാധാരണ നമുക്ക് ഗിഫ്റ്റുകളൊക്കെ നമ്മളായാലും അയക്കാൻ നമുക്കും പറയാം. പക്ഷെ ഒന്നിലധികം ഞാൻ ഇത്രയും അയച്ചപ്പോ ഞാൻ തന്നെ ഞെട്ടിപ്പോയി, ദൈവമേ ഇത്രയൊക്കെയോന്ന് വിചാരിച്ചു. ഇത്രയും ബഡ്ജറ്റില് അത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അത് ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ ചെറിയ ചെറിയ വിശേഷങ്ങള്. അപ്പം വിയർത്ത് കേട്ടോ, ചൂട് ലൈറ്റും ഒക്കെ ഇട്ടിട്ട് ഫാൻ ഇട്ടേക്കുന്നില്ല, ഫാൻ ഓഫ് ചെയ്ത് വെച്ചേക്കാം സൗണ്ട് കേൾക്കാതിരിക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളു കൂട്ടുകാരെ വിശേഷങ്ങൾ. ഇത്രയൊക്കെ ഉള്ളു എന്ന് പറയുന്നത്. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.